ഇനിയിപ്പോൾ കുട്ടികളുടെ ഡോക്ടറും കൂടി വരുമ്പോൾ ഇത് നല്ലൊരു തീരുമാനമാണ് ഇതെടുത്തത്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ആളുകൾ മുഴുവൻ അവരുടെ പ്രാഥമികമായ രോഗശമനത്തിനു വേണ്ടി സമീപിക്കുന്ന UPHCയിൽ കുട്ടികളുടെ സേവനം കൂടി ലഭ്യമാകുന്നതോടുകൂടി ഏറ്റവും മികച്ച ഒരു ഘട്ടമാണ് നമ്മൾ പിന്നിടുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ നഗരസഭയിലെ എരവിമംഗലം നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികളുടെ വിഭാഗം പ്രവർത്തനം തുടങ്ങി. ജില്ലാ ആശുപത്രിയിലെ പീഡിയാട്രീഷ്യൻ്റെ സേവനം ആഴ്ചയിൽ 2 ദിവസം എരവിമംഗലത്ത് ലഭ്യമാവും. പീഡിയാട്രിക് വിഭാഗത്തിൻ്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ P. ഷാജി നിർവഹിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ എരവിമംഗലത്ത് മികച്ച സൗകര്യങ്ങളോടെയാണ് നഗര കുടുംബാരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും അനുബന്ധ സൗകര്യങ്ങളും ആശുപത്രിയിൽ നഗരസഭ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കുട്ടികളുടെ വിഭാഗം ആരംഭിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിച്ച നഗരസഭ മുൻകൈയെടുത്താണ് ആഴ്ചയിൽ 2 ദിവസം ഇവിടെ കുട്ടികളുടെ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ജില്ലാ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ മിഷ KP യാണ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ സേവനത്തിനുണ്ടാവുക. ആശുപത്രിയിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ P. ഷാജി പീഡിയാട്രിക് വിഭാഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മികച്ച 3 നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലൊന്നായ എരവിമംഗലത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് കുട്ടികളുടെ വിഭാഗം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യരംഗത്ത് മികച്ച സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് നഗരസഭയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ UPHC-യാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് അവാർഡിനായി പരിഗണിക്കപ്പെട്ട 3 UPHC-കളിലൊന്ന്. അത് നമ്മുടെ UPHC-യുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മികവിനെയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ആളുകൾ മുഴുവൻ അവരുടെ പ്രാഥമികമായ രോഗശമനത്തിനു വേണ്ടി സമീപിക്കുന്ന UPHC-യിൽ കുട്ടികളുടെ സേവനം കൂടി ലഭ്യമാകുന്നതോടുകൂടി ഏറ്റവും മികച്ച ഒരു ഘട്ടമാണ് നമ്മൾ പിന്നിടുന്നത്. തീർച്ചയായും ഭാവിയിൽ മറ്റു വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൂടി ലഭ്യമാക്കാനുള്ള ഇടപെടൽ നഗരസഭാ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ, വാർഡ് കൗൺസിലർ ഷെർലിജ, മെഡിക്കൽ ഓഫീസർ ഷിരിൻ MT, നഗരസഭാ സെക്രട്ടറി G. മിത്രൻ, ഡോക്ടർ ഐഷ VP, പീഡിയാട്രീഷ്യൻ ഡോക്ടർ മിഷ KP, കൗൺസിലർമാരായ സരോജിനി, പത്തത്ത് ആരിഫ്, PRO ശാന്തിനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. കുട്ടികളുടെ വിഭാഗത്തിൽ ഏറെക്കാലത്തെ പ്രവർത്തന പരിചയമുള്ള ശിശുരോഗ വിദഗ്ധ ചാർജ് എടുത്ത സന്തോഷത്തിലാണ് രക്ഷിതാക്കൾ. കുട്ടികളുടെ ഡോക്ടർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹെൽത്ത് സെൻറ്റർ കാരണം നമുക്ക് ഒരുപാട് നല്ല ഇതാണ്. അത്യാവശ്യം ഒരുപാട് ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുന്നുണ്ട്. ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല, പെരുന്തോണ്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ കുട്ടികളുടെ ഡോക്ടറും കൂടി വരുമ്പോൾ ഇത് നല്ലൊരു തീരുമാനമാണ് ഇതെടുത്തത്. കുട്ടികളിലുണ്ടാവുന്ന പകർച്ചവ്യാധികളെ കരുതിയിരിക്കണമെന്നും കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന മുണ്ടിനീരിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും പീഡിയാട്രീഷ്യൻ ഡോക്ടർ മിഷ KP പറഞ്ഞു. ഞാൻ DH പെരിന്തൽമണ്ണയിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു വരികയാണ്. അപ്പോൾ എൻ്റെ സേവനം ഇനി മുതൽ ഇവിടെ എരവിമംഗലം ഹെൽത്ത് സെൻറ്ററിൽ ചൊവ്വ തേഴ്സ്ഡേ വ്യാഴാഴ്ച ദിവസങ്ങളിൽ 9 മുതൽ 1 മണി വരെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. കുട്ടികളുടെ രോഗങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത് മംസ് എന്ന് പറയും, മുണ്ടി വീക്കം എന്ന് പറഞ്ഞ അസുഖമാണ്. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് അത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പകർച്ചവ്യാധിയാണ്, അപ്പോൾ പകരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും മാസ്കുകളൊക്കെ ധരിക്കുക. പിന്നെ അസുഖം വരുമ്പോൾ എല്ലാവരും നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, മാക്സിമം വീടുകളിൽ തന്നെ നിൽക്കുക. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ വന്ന് കാണിക്കുക. പെരിന്തൽമണ്ണയിൽ ആരോഗ്യരംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാനുള്ള തീരുമാനത്തിലാണ് നഗരസഭ. പുതിയ ബജറ്റിൽ കൂടുതൽ തുക വകയിരുത്തി നഗര ആരോഗ്യ കേന്ദ്രങ്ങളിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുമെന്നതിന്റെ സൂചനയാണ് എരവിമംഗലത്ത് ശിശുരോഗ വിഭാഗം തുടങ്ങിയത്. നമുക്കിവിടെ എരവിമംഗലം ഹെൽത്ത് സെൻറ്ററിൽ രാവിലെ 9 മുതൽ 1 മണി വരേക്കും ജനറൽ OP സേവനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പം പിന്നെ നമുക്ക് ഡെൻ്റൽ OP ഉണ്ട്. അതിന് പുറമെയാണ് നമുക്കിപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഒരു കുട്ടികളുടെ ഡോക്ടറെ സേവനം കൂടിയുണ്ട്. അതും രാവിലെ 9 മുതൽ 1 മണി വരെയാണ്. നമ്മളിവിടെ രോഗികൾക്ക് വേണ്ട പ്രാഥമിക ചികിത്സകളെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ഹെൽത്ത് സെൻറ്ററിൽ ആഴ്ചയിൽ ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഡെൻ്റൽ OP പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പല്ലടക്കുക, പല്ലെടുക്കുക, കേടുള്ള പല്ലുകളുടെ കേട് കളഞ്ഞ് പോടടക്കുന്ന ട്രീറ്റ്മെൻറ്റും
പല്ലെടുക്കുന്ന ട്രീറ്റ്മെൻറ്റും പല്ല് ക്ലീൻ ചെയ്യുന്നതും ഈ വക പ്രൊസീജിയേഴ്സൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയ്ക്കായി ബജറ്റിൽ മുൻഗണന നൽകുമെന്ന പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ഏറ്റവും മികച്ച ഭരണകർത്താക്കൾ ജനസേവകരായി ഉണ്ടെന്നത് തന്നെയാണ് നഗരവാസികളുടെ ആശ്വാസം. ആരോഗ്യരംഗത്തെ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നഗരസഭാ ചെയർമാന്റെ ദീർഘവീക്ഷണവും ഭരണസമിതിയുടെ കാഴ്ചപ്പാടുകളും ഒന്നുചേരുമ്പോൾ പെരിന്തൽമണ്ണ ഇനിയും കുതിക്കുമെന്നുറപ്പാണ്. ചാനൽ 10 പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.